ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ഇയർ ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് OET റീഡിങ്ങിൽ വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ്. അതായത് OET റീഡിങ്ങിൽ നമ്മൾ കുറേ ന്യൂ വേർഡ്സ് ഉണ്ടാവും. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പല വേർഡ്സിൻ്റെ മീനിങ് നമുക്കറിയത്തില്ലായിരിക്കും. അങ്ങനെ ചില വേർഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. റീഡിങ്ങിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് വൊക്കാബുലറി. അതായത് പല വേർഡ്സിൻ്റെയും മീനിങ് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ OET പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ റീഡിങ് ടഫായിട്ടുള്ളവർ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്കറിയത്തില്ലാത്ത വാക്കുകൾ എഴുതി അതിൻ്റെ സിനോണിം, അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ് ഒക്കെ കണ്ടുപിടിച്ച് ഒരു നോട്ട്സിൽ എഴുതി വെച്ച് അത് നമ്മൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്ങാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് വേർഡ് സ്കെപ്റ്റിക്കൽ. സ്കെപ്റ്റിക്കൽ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഡൗട്ട്ഫുൾ എന്നാണ്. നെക്സ്റ്റ് ഇൻക്യുലേറ്റ്. ഇൻക്യുലേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസ്. അടുത്തത് സ്ലഗിഷ്. സ്ലഗിഷിന് മീനിങ് സ്ലോ എന്നാണ്. നെക്സ്റ്റ് വേർഡ് കട്ട്ലറി. കട്ട്ലറി എന്ന് വെച്ചാൽ നൈഫ്, ഫോർക്ക്, സ്പൂൺ ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് പറയുന്നൊരു വേർഡാണ് കട്ട്ലറി. നെക്സ്റ്റ് വേർഡ് എക്സാൾട്ടഡ്. എക്സാൾട്ടഡിൻ്റെ മീനിങ് എ പേഴ്സൺ വിത്ത് എ ഹൈ റാങ്ക് ആണ് എക്സാൾട്ടഡ്. അടുത്തത് കൺഫ്രണ്ടേഷണൽ. കോൺഫ്രണ്ടേഷണൽ അതിൻ്റെ മീനിങ് ഏറ്റുമുട്ടുക, എതിർക്കുക, ആ ഒരു മീനിങ് ആണ് കൺഫ്രണ്ടേഷണൽ. നെക്സ്റ്റ് വേർഡാണ് വെൽ ഓഫ്. വെൽ ഹൈഫൺ ഓഫ്, വെൽ ഓഫ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റിച്ച്, വെൽ സെറ്റിൽഡ് എന്നാണ് വെൽ ഓഫിൻ്റെ മീനിങ്. അടുത്തത് മോഡറേറ്റഡ്. മോഡറേറ്റഡിൻ്റെ മീനിങ് കൺട്രോൾഡ്, കൺട്രോൾഡ്. സൂപ്പർ സീഡഡ്. സൂപ്പർ സീഡഡ് എന്ന് വെച്ചാൽ റീപ്ലേസ്ഡ് അല്ലെങ്കിൽ അസാധുവാക്കപ്പെട്ടു എന്നൊരു മീനിങ് ആണ്. അടുത്ത വാക്ക് ഹോളിസ്റ്റിക് കെയർ. ഹോളിസ്റ്റിക് കെയർ എന്ന് പറഞ്ഞാൽ നോൺ മെഡിക്കൽ കെയർ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വേർഡ് കണ്ടംഡ്. CONDEMNED. കണ്ടംഡ് എന്ന് വെച്ചാൽ ക്രിട്ടിസൈസ്ഡ്. കണ്ടംഡ്, ക്രിട്ടിസൈസ്ഡ്. അടുത്തത് ഹിൻഡർലാൻഡ്. അതിൻ്റെ മീനിങ് ഉൾപ്രദേശം എന്നൊരു മീനിങ് ആണ്, ഉൾപ്രദേശം. നെക്സ്റ്റ് നെഗേറ്റ്. NEGATE. നെഗേറ്റ്. അതിൻ്റെ അർത്ഥം മേക്ക് ഇൻഇഫക്റ്റീവ് അല്ലെങ്കിൽ നള്ളിഫൈ. മേക്ക് ഇൻഇഫക്റ്റീവ്, നള്ളിഫൈ എന്നാണ്. അടുത്തത് വേവ്ഡ്. WAIVED. വേവ്ഡ് മീനിങ് ഗിവ് അപ്പ് അല്ലെങ്കിൽ അബാൻഡൻ. അടുത്ത വേർഡ് ഡിസീറ്റ്. DECEIT. വഞ്ചന എന്നൊരു മീനിങ്ങിലാണ് ഇത് വരിക. നെക്സ്റ്റ് ഓസ്റ്റിയർ മീനിങ് സ്ട്രിക്റ്റ്. എക്സ്പഞ്ച്. എക്സ്പഞ്ചിൻ്റെ മീനിങ് റിമൂവ്, ഇറേസ്, ഡിലീറ്റ് എന്നൊക്കെയാണ്. നെക്സ്റ്റ് വേർഡ് ഗ്ലിംസ്. ഗ്ലിംസിൻ്റെ മീനിങ് ഗ്ലാൻസ്, ക്യാച്ച് സൈറ്റ് ഓഫ്. അടുത്തത് പെറിൽ. PERIL. പെറിൽ മീനിങ്
serious and immediate danger. Contention, meaning disagreement. Perturbation, meaning mental uneasiness. Decipher, meaning understand. Marshal, an officer with a high rank, ഇതിനാണ് മാർഷൽ എന്ന് പറയുന്നത്. Coherent, comprehensive, comprehensible, coherent. Counterpart, co-equal. Paucity, Paucity, paucityയുടെ മീനിങ് സ്കേഴ്സിറ്റി, ഷോർട്ടേജ് എന്നൊക്കെയാണ്. നെക്സ്റ്റ് വേർഡ് അക്കിൻ, AKIN. അക്കിൻ എന്ന് വെച്ചാൽ സിമിലർ, റിലേറ്റഡ്. എക്സുബറൻസ് മീനിങ് എക്സൈറ്റ്മെന്റ്. ടർഫ് ബാറ്റിൽസ് meaning controversy. ഫിസിക്കൽ എൻഡ്യൂറൻസ്, ടോളറൻസ് ആണ് മീനിങ്. നെക്സ്റ്റ് വേർഡ് അമീനബിൾ. കോംപ്ലിയൻ, ഒബീഡിയൻറ്റ് എന്നാണ് എൻ്റെ മീനിങ്. പോസിറ്റി, സ്കേഴ്സിറ്റി, ഷോർട്ടേജ് അതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വേർഡ് റിപ്പിൾ ത്രൂവിൻ്റെ മീനിങ് സ്പ്രെഡ്സ് ഗ്രാജുവലി. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി, ഡ്യൂറബിലിറ്റി. ഇൻട്രിക്കേറ്റിന്റെ മീനിങ് കോംപ്ലിക്കേറ്റഡ്, കോംപ്ലക്സ് എന്നാണ്. ആഫ്റ്റർമാത്ത് മീനിങ് ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ആ മീനിങ്ങിലാണ്. ഫ്യൂട്ടൈൽ, യൂസ്ലെസ്, വെയിൻ, നിഷ്ഫലം എന്നൊക്കെ പറയുന്നത്. കൊഹിസീവ് എന്ന് വെച്ചാൽ സ്റ്റിക്കിങ് ടുഗദർ ആ ഒരു മീനിങ് ആണ്. അസേർട്ടീവ് എന്ന് വെച്ചാൽ സെൽഫ് കോൺഫിഡൻറ്റ്, പോസിറ്റീവ്. Vigil, keeping awake. Grueling, Grelling, exhausting, tiring എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. Stave off, meaning prevent, avoid. Commotion, disturbance. Stipulated, meaning set forth, set out, fix.
എക്സിബിറ്റ് എടുത്തു കാണിക്കുക, പ്രദർശിപ്പിക്കുക. സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന. എബേറ്റ് ABATE സബ്സൈഡ്. avail AVAIL meaning help, assist. Truncated, shortened. Ruled out, exclude, eliminate. Ruled out in the meaning exclude, eliminate എന്നാണ്. Obviated meaning removing difficulty. Thwarted meaning prevented. Averted the meaning prevented, avoided ആ രീതിയിലാണ്. എക്സ്പെഡീഷ്യസ്ലി എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് ഓഫ് ഗ്രോത്ത്, ആ ഒരു സ്പീഡിനെയാണ് എക്സ്പെഡീഷ്യസ് എന്ന് പറയുന്നത്. Manifest, to show, obvious. Next word, sporadically, not regular. Sporadically എന്ന് വെച്ചാൽ not regular എന്നാണ് ഇതിൻ്റെ മീനിങ്. abode ABODE വാസസ്ഥലം. debearing, exclude. level off എന്ന് പറഞ്ഞാൽ remain at a steady, അതായത് ഒരേ രീതിയിൽ പോകുന്നു, നിലനിൽക്കുന്നു, ആ ഒരു മീനിങ്ങിലാണ് ലെവൽ ഓഫ് യൂസ് ചെയ്യുക. Substantially, considerable. Accustomed to, used to. Quantifying, measuring. Potent, efficient. Prevalence എന്ന് വെച്ചാൽ വൈഡ് സ്പ്രെഡ്. Exceed, agree. Detrimental meaning harmful. Recurrent in meaning repeated. Recurrent infection എന്നൊക്കെ പറയില്ലേ, repeated. Stockpile എന്ന് വെച്ചാൽ കുന്നുകൂടുക എന്നൊരു മീനിങ് ആണ് stockpile. Debilitating, serious impairment.
നെക്സ്റ്റ് വേർഡ് ഇംപെഡിമെന്റ്. ഇംപെഡിമെന്റ് എന്ന് വെച്ചാൽ ഒബ്സ്ട്രക്ഷൻ, ഡിസ്റപ്റ്റ്, തടസ്സം, ആ ഒരു മീനിങ് ആണ്. മിയർലി, MERELY, മീനിങ് സ്ലൈറ്റ്ലി, ഒള്ളി എന്നൊക്കെയാണ്. അടുത്ത വാക്ക് അറ്റിന്യുവേഷൻ. അറ്റിന്യുവേഷൻ എന്ന് വെച്ചാൽ റിഡക്ഷൻ. ഡെപ്പിക്സ്. ഡെപ്പിക്സ് എന്ന് വെച്ചാൽ ഷോ. ഇൻ വിവോ. ഇൻ വിവോ എന്ന് വെച്ചാൽ ഇൻസൈഡ്. ഇൻ വിട്രോ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ്. കർട്ടെയിൽ ഡൗൺ. ഇത് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ റീഡിങ്ങിൽ കണ്ടുവരുന്നൊരു വാക്കാണ്. കർട്ടെയിൽ ഡൗൺ എന്ന് വെച്ചാൽ കുറയുക, ഡിക്രീസ് എന്നൊരു വാക്കാണ്. അതിന് പറ്റിയ മറ്റു സിനോണിമാണ് ഡ്വിൻഡിൽ. DWINDLED, ഡ്വിൻഡിൽഡ്. ഡിക്രീസ്, ഷ്രിങ്ക്, ട്രങ്കേറ്റഡ്. അപ്പോൾ നമ്മൾ ഒരു വേർഡ് പഠിച്ച് വീണ്ടും നമ്മൾ അതേ റിപ്പീറ്റ് ആയിട്ട് ആ വേർഡ് കാണുമ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ മീനിങ് മനസ്സിലാവും. നെക്സ്റ്റ് വേർഡ് വിൻഡിക്കേറ്റഡ്. വിൻഡിക്കേറ്റഡ് ഇൻ മീനിങ് ക്ലിയർ, ഫ്രീ എന്നൊക്കെയാണ്. നെക്സ്റ്റ് ലോഞ്ചിവിറ്റി. ലോഞ്ചിവിറ്റി മീനിങ് ലോങ് ലൈഫ്. സെഗ്രിഗേഷൻ, സെപ്പറേഷൻ. നമ്മളിപ്പോൾ വേസ്റ്റ് സെഗ്രിഗേഷൻ എന്നൊക്കെ പറയില്ല, സെപ്പറേഷൻ ഒരു മീനിങ് ആണ്. ത്രൈവ് ഇൻ, അതിൻ്റെ മീനിങ് ഗ്രോ. ബർജിയൻ, BURGEON, എക്സ്പാൻഡ്, ഫ്ലറിഷ്, ത്രൈവ് എന്നൊക്കെയാണ്. നെക്സ്റ്റ് വേർഡ് പീവ്, PWVE, ഇറിറ്റേറ്റ്, അഗ്രവേറ്റ് എന്നൊരു മീനിങ് ആണ്. പ്രൊവോക്ക്. പ്രൊവോക്കിന്റെ മീനിങ് എറൗസ്, അനോയ്, ആംഗ്രി എന്ന രീതിയാണ്. ത്രൈവ്, ഫ്ലറിഷ്, എക്സ്പാൻഡ്. നെക്സ്റ്റ് വേർഡ് ഇനോർമസ്ലി. ഇനോർമസ്ലി എന്ന് വെച്ചാൽ അബണ്ടന്റ്ലി, ധാരാളം എന്നൊരു വേർഡാണ്. നെക്സ്റ്റ് റിക്യുപ്പറേഷൻ, റിക്കവറി, റിക്യുപ്പറേഷൻ, റിക്കവറി. നമുക്ക് പോയിട്ട് റൈറ്റിംഗ് പേഷ്യൻ്റ് ഈസ് റിക്കവറിങ് ഫ്രം എന്നതിന് വേണമെങ്കിൽ റിക്യുപ്പറേഷൻ എന്ന് യൂസ് ചെയ്യാം. ആ വേർഡും യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫ്ലാസിഡ്. ഫ്ലാസിഡ് എന്ന് വെച്ചാൽ ലൂസ്, ബലമില്ലാത്തത്, ആ ഒരു മീനിങ്ങിൽ. ടോർപിഡിറ്റി. ടോർപിഡിറ്റി എന്ന് വെച്ചാൽ മരവിപ്പ്. അഡപ്റ്റ്, ADEPT, അഡപ്റ്റ്, എക്സ്പേർട്ട്, സ്കിൽഡ്. ക്ലീവ്, CLEAVE, സ്പ്ലിറ്റ്. സ്പ്ലിറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. അസ്ക്രൈബ് എന്ന് വെച്ചാൽ ആരോപിക്കുക എന്നാണ്. വിഗറസ്ലി മീനിങ് അഗ്രസീവ്ലി, പവർഫുൾ, സ്ട്രോങ് എന്നൊക്കെയാണ്. നെക്സ്റ്റ് വേർഡ് അസോർട്ട്മെന്റ്.
അസോർട്ട്മെൻറ്റിൻ്റെ മീനിങ് മിക്സ്ചർ, കളക്ഷൻ. എജിലിറ്റി എന്ന് വെച്ചാൽ ചടുലത, എന്താ പറയുക, എബിലിറ്റി ടു മൂവ് ക്വിക്ക്ലി, ആ ഒരു മീനിങ് ആണ്. പാർലസ്ലിയുടെ മീനിങ് ബാഡ്, ഓഫുൾ, ഗ്രേവ് എന്നൊക്കെയാണ്. ഓഫുളിൻ്റെ മീനിങ് അൺപ്ലസൻറ്റ്, നാസ്റ്റി, ആ ഒരു മീനിങ് ആണ്. നെക്സ്റ്റ് ടോയിൽ, TOIL, ടോയിൽ എന്ന് വെച്ചാൽ വർക്ക് ഹാർഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അൺലീഷ്യസ് എന്ന് വെച്ചാൽ ഫ്രീ, റിലീസ്, ആ ഒരു മീനിങ് ആണ്. ബൂൺ, BOON, ബൂൺ എന്ന് വെച്ചാൽ ബ്ലെസ്സിങ്. ബെയിൻ, BANE, ബെയിൻ എന്ന് വെച്ചാൽ കേഴ്സ്. അടുത്ത വാക്ക് ഫിൽത്ത്, FILTH, ഫിൽത്തിൻ്റെ മീനിങ് യക്ക്, ഗാർബേജ്, ഡേർട്ട്, ആ ഒരു രീതിയാണ്, ആ ഒരു മീനിങ് ആണ്. നെക്സ്റ്റ് റാംപൻറ്റിൻ്റെ മീനിങ് അൺകൺട്രോൾഡ്, വൈഡ്ലി സ്പ്രെഡ്. ഇപ്പോൾ ഒരു ഡിസീസ് കണ്ടീഷന് അതിനെപ്പറ്റി പറയുമ്പോൾ വേണേൽ യൂസ് ചെയ്യാവുന്ന ഒരു വാക്കാണ് റാംപൻറ്റ്. അൺകൺട്രോൾഡ്, വൈഡ്ലി സ്പ്രെഡ്, അതാണ് മീനിങ്. നെക്സ്റ്റ് അമീലിയോറേറ്റഡ്, ഇംപ്രൂവ്. ഞാനിപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ ചില വേർഡ്സ് റിപ്പീറ്റ് ആയിട്ടുണ്ടാവും, അത് ക്ഷമിച്ചേക്കുക. നിങ്ങൾക്ക് ഒന്നുകൂടെ റിപ്പീറ്റായി കേൾക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. അമീലിയോറേറ്റഡ്, ഇംപ്രൂവ്. നെക്സ്റ്റ് വേർഡ് ലാക്യുനയുടെ മീനിങ് ക്യാവിറ്റി, ഡിപ്രഷൻ ഇൻ ദ ബോൺ, ആ ഒരു രീതിയാണ്. നെക്സ്റ്റ് അൺലീഷ്, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ടു സ്ട്രോൾ എന്നതിൻ്റെ മീനിങ് വാക്കിന് റിലാക്സ് വേ, അതാണ് ടു സ്ട്രോൾ മീനിങ് വാക്ക് റിലാക്സ്ഡ് വേ. ടു പാസ് ഔട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ടു ഫെയിൻറ്റ്, അതായത് അൺകോൺഷ്യസ് ആയി പോവുക, തല കറങ്ങി വീഴുക, ആ ഒരു മീനിങ് ആണ് ടു പാസ് ഔട്ട്. പാസ്ഡ് അവേ മീനിങ് വേറെയാണ്, പാസ് ഔട്ട് മീനിങ് വേറെയാണ്. ഗ്രിപ്ഡ് ബൈ പെയിൻ എന്ന് വെച്ചാൽ ഇൻറ്റൻസ് പെയിൻ, അതിനെയാണ് ഗ്രിപ്ഡ് ബൈ പെയിൻ എന്ന് വെച്ചാൽ ആ ഒരു പെയിൻ്റെ സിവിയറിറ്റി കാണിക്കുന്നതാണ്. നെക്സ്റ്റ് വേർഡ് സ്പെക്കുലേറ്റ് എന്ന് വെച്ചാൽ പ്രഡിക്ഷൻ, പ്രജുഡീസ്. യുബിക്വിറ്റസ്, ഇത് നമ്മൾ കോമൺ ആയിട്ട് പല റീഡിങ് പാസേജിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്കറിയാം. യുബിക്വിറ്റസ്, ആ ഒരു വേർഡ് കാണാറുണ്ട്. അതിൻ്റെ മീനിങ് ഓൾ ഓവർ, പ്രസന്റ് ഓൾ ഓവർ, എല്ലായിടത്തും കാണുന്നത് എന്ന രീതിയിലാണ് യുബിക്വിറ്റസ്. നെക്സ്റ്റ് വേർഡ് ഒബ്സ്ക്യൂരിറ്റി എന്ന് വെച്ചാൽ ഇൻസിഗ്നിഫിക്കൻസ്, അവ്യക്തത, ആ ഒരു മീനിങ് ആണ്. ഒബ്സൊലൻസ്, കാലഹരണപ്പെടുക. എൻകംപാസ് എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക, സറൗണ്ട്, എൻക്ലോസ് എന്നൊരു മീനിങ് ആണ്.
നെക്സ്റ്റ് കോൺസെൻട്രീഷ്യസ്, അറ്റൻറ്റീവ്, കെയർഫുൾ. നെക്സ്റ്റ് വേർഡ് ന്യൂവാൻസ്, NUANC, ന്യൂവാൻസ്. അതിൻ്റെ മീനിങ് സൂക്ഷ്മത. നെക്സ്റ്റ് ഇമാനേറ്റ്, ഇമാനേറ്റ് എന്ന് വെച്ചാൽ റേഡിയേറ്റ്. സ്വാത്ത് മീനിങ് ഗ്രൂപ്പ്. ഫമൈൻ, പോസിറ്റി, സ്കാർസിറ്റി, ക്ഷാമം, ആ ഒരു മീനിങ് ആണ്. കൊറോബറേറ്റഡ്, കൺഫേം, വെരിഫൈ. നെക്സ്റ്റ് വേർഡ് മൈറിയാഡ്, MYRIAD. മൈറിയാഡ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ, എണ്ണമറ്റ, ആ ഒരു മീനിങ് ആണ്. സ്പെക്യുലേറ്റീവ്, സ്പെക്യുലേറ്റീവ് എന്ന് വെച്ചാൽ അൺസേർട്ടൻ, ഊഹ കച്ചവടം, ആ ഒരു മീനിങ്. അഫ്ലിക്റ്റ്, അഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അഫക്റ്റ് അഡ്വേഴ്സ്ലി, ബേർഡൻ എന്നൊരു മീനിങ്ങിലാണ്. നെക്സ്റ്റ് വാക്ക് ഫേസ്ഡ് ഔട്ട്. ഫേസ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ മീനിങ് ഡിസ്കണ്ടിന്യൂ എന്നാണ് ഫേസ്ഡ് ഔട്ട്. പെറ്റൈറ്റ്, PETITE, വെരി സ്മോൾ, റിയലി സ്മോൾ, ആ ഒരു മീനിങ് ആണ് പെറ്റായിട്ട് വരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.